എന്തായാലും സംസ്ഥാനത്തെമ്പാടും ശക്തമായ മഴയെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് 9 ഇടത്താണ് റെഡ് അലേർട്ട് ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി പലയിടത്തും മഴയുണ്ട്, എന്നാൽ ചില ജില്ലകളിൽ മഴ മാറി നിൽക്കുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. അതുമല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും കുത്തിയൊലിക്കുന്ന വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലകളിലൂടെ പല നഗരങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായൊരു സാഹചര്യം ഇപ്പോൾ അല്പം മുമ്പ് നമുക്ക് മനോജാണ് ആറന്മുളയിലെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ സാഹചര്യം നമ്മോട് പങ്കുവയ്ക്കാൻ നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്താണ് നിലവിൽ എറണാകുളത്തെ സാഹചര്യം? ഏതൊരു മഴ പെയ്താലും അപ്പാടെ മുങ്ങുന്ന ഒരു നഗരമാണ് കൊച്ചി. അത് ഏതു കാലത്തും അങ്ങനെയാണ്. നമുക്ക് മുൻപത്തെ പ്രളയ സമാന സാഹചര്യമൊക്കെ എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ട്. അപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ രാത്രി പെയ്ത മഴയോടുകൂടി എന്താണ് കൊച്ചിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണോ? ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? എന്താണ് കോർപ്പറേഷൻ അധികൃതരും ഫയർഫോഴ്സും സർക്കാർ അധികൃതരുമൊക്കെ എടുക്കുന്ന നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? നിഷ. ആരതി, കൊച്ചിയിൽ എറണാകുളം ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ മഴ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് ശക്തമായി തന്നെ തുടരുന്നുണ്ട്. എറണാകുളം നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് വരികയാണ്. എന്തായാലും നഗരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എല്ലായിടത്തും തന്നെ നല്ല മഴ തന്നെയാണ്. ഒപ്പം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലേക്ക് വരികയാണെങ്കിൽ മൂവാറ്റുപുഴ, കോതമംഗലം പോലുള്ള ഭാഗങ്ങളിലാണ് അതിശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്നത്. മൂവാറ്റുപുഴയിൽ 25ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പുഴ അല്ലെങ്കിൽ നദിയുടെ കരകളിലൊക്കെ താമസിക്കുന്ന മൂവാറ്റുപുഴയാർ ഒപ്പം തന്നെ മൂവാറ്റുപുഴയാറും ഭാരതപ്പുഴയും ഒക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് അപകടനില പിന്നിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കാളിയാറിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പിന്നിട്ടും ജലനിരപ്പ് ഉയരുകയാണ്. ഈ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നതോടെ ഈ ആറുകളുടെ കരയിൽ താമസിക്കുന്നവരെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. എന്തായാലും നദീതീരങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ 50ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഫോർട്ട് കൊച്ചി പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ കടലാക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കടലാക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള കുടുംബങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കോതമംഗലത്തെ പൂയംകുട്ടി കരകവിഞ്ഞൊഴുകുകയാണ്. ആ പൂയംകുട്ടി പുഴ കരകവിഞ്ഞൊഴുകുന്നതോടുകൂടി തന്നെ പല ആദിവാസി ഊരുകളും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഈ ബ്ലാവന മേഖലകളിലേക്കൊക്കെ ജങ്കാർ സർവീസുകൾ തടസ്സപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ആദിവാസി ഉന്നതികൾ ഒറ്റപ്പെട്ട നിലയിലാണ്. പല ആദിവാസി ഉന്നതികളും ബ്ലാവന, ഉരുളൻതണ്ണി പോലുള്ള ആദിവാസി ഉന്നതികളെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആദിവാസികളുടെ ഈ ഉന്നതികളിലെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങി. എന്തായാലും ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളെയാണ് ഈ മഴ അതിശക്തമായി തന്നെ ബാധിച്ചത്. ശരി നിഷ, അതായത് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് ഇപ്പോൾ മഴ ശക്തമായി തുടരുന്നത് എന്നാണ് നിഷ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴയിൽ 25ഓളം വീടുകളിൽ വെള്ളം കയറി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. പൂങ്കുന്നം ഹരിനഗർ മേഖലയിൽ വീടുകളിലേക്കടക്കം വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചത്. എന്തായാലും മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശം